ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അവലോസ് പൊടിയും അവലോസ് ഉണ്ടിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. ഇത് റെഡിമെയ്ഡായിട്ടുള്ള പുട്ടുപൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണല്ലോ, അതുകൊണ്ടാണ് റെഡിമെയ്ഡായിട്ടുള്ള ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് അരക്കപ്പ് ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ എള്ളും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയുമാണ്. ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ അവലോസ് പൊടിക്ക്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കണം. നമ്മൾ പുട്ടൊക്കെ നനയ്ക്കത്തില്ല, അതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാൻ. ഇതിപ്പം ആയിട്ടുണ്ട്. ഇത് കണ്ടൊരു ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് സമയത്തേക്ക് കൂടി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് അവലോസ് ഉണ്ടയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നൂൽ പരുവാകുന്നതിന് മുമ്പ് വേണം നമ്മൾ ശർക്കരപ്പാനി ഓഫാക്കാൻ. എന്നിട്ട് അരിച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയ ചൂടോടുകൂടി നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇത് ബോളുകളാക്കി എടുത്തതിന് ശേഷം കുറച്ച് അവലോസ് പൊടിയിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അവലോസ് പൊടിയും അവലോസ് ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഇൻസ്റ്റൻറ്റ് അവലോസ് പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.